നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒന്ന് വേഗം തെളിവ് കാണിക്കൂ ഗോകുലേ. എന്ത് തെളിവ്? മഹി, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണ്ട, അതിന് ഞങ്ങൾ ഇവിടെ ഉണ്ട്. സോറി സർ. ഈ ഗംഗ എന്റെ വീട്ടിൽ വന്നതിന്റെ വിഷ്വൽസ് ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ശ്രീ മഹേശ്വര, എല്ലാം കൊളമായല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ എല്ലാവർക്കും എല്ലാം മനസ്സിലായി കാണൂലല്ലേ? ഇതിലേക്ക് എങ്ങനെ എവിടെ? ഇതിനകത്ത് പെൺകുട്ടി എവിടെയോ? അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? ഞാനല്ല ഷൂട്ട് ചെയ്യാം സാർ. എന്നിട്ട് എവിടെ? എല്ലാം മാഞ്ഞു പോയോ? അതെ, മാഞ്ഞു പോയത് ഗൗരി ചേച്ചി മായിച്ചു കളഞ്ഞതാ. ശ്രീ മഹേശ്വര, നീ കാത്തു. ഇത് മനഃപൂർവ്വമാണ് സർ. എന്റെ ഭാര്യ ആയതിന്റെ പേരിൽ ഈ പാവം പെൺകുട്ടിയെ ദ്രോഹിക്കാൻ നോക്കുന്നതാ. കുറെ നാളുകളായി ഇവരത് തുടങ്ങിയിട്ട്. ഒരു തെറ്റിദ്ധാരണ പേരിൽ ചെയ്തു കൂട്ടുന്ന ഇതൊക്കെ എന്താടാ ഇത്? സാറിനെ വിശ്വസിക്കണം. ഗംഗ അവിടെ വന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ശുദ്ധ കള്ളമാണ് സാർ ഇത്. എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ വേണ്ടി ഏതോ സ്ത്രീയെ വേഷം കെട്ടിച്ച് ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് അത് ഗംഗയുടെ തലയെ കെട്ടിവെക്കാൻ നോക്കുന്നതാ. ഗോകുൽ, ഇനി ഒരിക്കൽ കൂടി ഇവരെ ദ്രോഹിച്ച താൻ വിവരം അറിയും. ഇല്ല സാർ, ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഇപ്പൊ നുണ പറഞ്ഞ് രക്ഷപ്പെട്ടാലും ഇത് ഞാൻ തെളിയിച്ചിരിക്കും. എല്ലാം നശിപ്പിച്ചിട്ട് ഇനി താൻ എന്ത് തെളിയിക്കാനാ? ഇത്തവണ ഈ വൃത്തികെട്ടവന് രക്ഷപ്പെട്ടല്ലോ. സോറി മേ, ക്ഷമിക്കണം. നിങ്ങൾക്ക് ഇതൊരു ഡിസ്റ്റർബൻസ് ആയി എന്നറിയാം. ഗോകുലിന്റെ വീട്ടിൽ വെച്ച് ഒരു സ്ത്രീയെ ഞാനും കണ്ടതാ. അത് ഗംഗയാണെന്ന് ഇയാൾ ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായത്. ഇറ്റ്സ് ഓക്കെ സർ. ഇവര് മനഃപൂർവ്വം നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആരോ വേഷം കെട്ടിച്ചതാ. ആയിരിക്കാം, പക്ഷേ അതൊരു സാധാരണ സ്ത്രീ അല്ലായിരുന്നു. ഏതായാലും എന്താണെന്ന് വഴിയെ തെളിയും. സോറി ഗംഗ. സാരല്ല സർ. ശരി മഹി. അട്ടപ്പാതിരാത്രിക്ക് ഓരോരുത്തർ വന്നോളും ശല്യപ്പെടുത്താൻ. നീ കിടന്നുറങ്ങ്. എന്നാലും അവളെ ഒരു രീതിയിലും കുരുക്കാൻ പറ്റുന്നില്ലല്ലോ മോളെ. ഗോകുലാണല്ലോ. ഗോകുലോ? നീ ഫോൺ എടുക്ക. ആ ഗംഗയുടെ എന്തെങ്കിലും കാര്യം പറയാൻ അവൻ വിളിക്കുന്നേ.
ഹലോ. ശ്രേയ, ഞാൻ ഗോകുലാണ്. മനസ്സിലായി. ഞാൻ ഗോകുലിനെ അങ്ങോട്ടൊന്ന് വിളിക്കാനിരിക്കുമായിരുന്നു. എന്താ ഗോകുൽ, ആക്ച്വലി എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് ശ്രേയെ. ആ ഗംഗ അവിടുന്ന് വന്നിരുന്നു ഇവിടെ. അവളവിടെ വന്നു കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ ഗംഗ ഇവിടെയായിരുന്നു എന്നല്ലേ അവള് പറഞ്ഞ്? അത് പച്ച കള്ളമാണ്. ഇന്ന് അവളുടെ കള്ളത്തരം തകർത്തെറിയാനുള്ള എല്ലാ തയ്യാറെടുപ്പും ശ്രേയെ വിളിച്ചു പറഞ്ഞത് മുതൽ ഞാൻ ചെയ്തു വച്ചിരുന്നതാ. അതുകൊണ്ട് തന്നെയാ പോലീസിനെ വിളിക്കാനും മൊബൈലിൽ ഷൂട്ട് ചെയ്യാനൊക്കെ സാധിച്ചത്. അവള് കുടുങ്ങണമെന്ന ആഗ്രഹം കൊണ്ടാ ഞാനും ആ വിവരം ഗോകുലിനെ അറിയിച്ചത്. പക്ഷേ അതെ, എന്തൊക്കെ സംഭവിച്ചെന്ന് എനിക്കിന്നെ അറിയില്ല. അവൾക്ക് എന്തോ ഒരു അമാനുഷിക ശക്തിയുള്ളത് പോലെ. അതുകൊണ്ടാ ഞാനെടുത്ത വീഡിയോ പോലും അവളുടെ മുഖം തെളിയായിരുന്നത്. അമാനുഷിക ശക്തിയോ? അതൊക്കെ ഗോകുലിന്റെ തോന്നല. അല്ല ശ്രേയ, ഒരു സാധാരണ പെണ്ണിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസുകാരെ തകർത്തെറിഞ്ഞ് കൊടുങ്കാറ്റിനേക്കാൾ വേഗത്തിൽ അവൾ ഇവിടെ രക്ഷപ്പെട്ടത്. ആളുകളെ പറ്റിക്കാൻ അവൾക്ക് നല്ല കഴിവാ. അതാ ഇപ്പൊ നിങ്ങൾ കണ്ടത്. എന്തായാലും അവളെ ഞാൻ വെറുതെ വിടില്ല. പിന്നെ അവള് വീട്ടിൽ നിന്ന് ഗൗരിയുടെ ഫോണും ഡയറിയും എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഫോണും ഡയറിയോ? അതെ. എന്താ അവളുടെ ഉദ്ദേശം ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ അവൾ ഇവിടുന്ന് കൊണ്ടുപോയ സാധനങ്ങളെല്ലാം അവിടെ തന്നെ കാണും. ഗൂഗിള് ടെൻഷൻ ആവണ്ട, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഗംഗയുടെ ഒരു പ്ലാനും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്തായാലും സൂക്ഷിച്ചോ. അവൾ ചില്ലറക്കാരിയല്ല, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ശരി. ഓക്കെ, താങ്ക്സ്. എന്താടി മോളെ, എന്താ ഗോകുല് പറഞ്ഞേ? എന്റെ ഊഹം തെറ്റിയില്ലമ്മേ. ഗംഗയ്ക്ക് സപ്പോർട്ടായിട്ട് ഗൗരിയുണ്ട്. അതുകൊണ്ടാ അവൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത്. അപ്പോ ആ ഗോകുലിന് അത് മനസ്സിലായോ? ഏയ്, അതൊന്നുമില്ല. ഗംഗയ്ക്കെന്തോ അമാനുഷിക ശക്തി ഉണ്ടെന്ന് അയാള് പറയുന്നു. ആ അമാനുഷിക ശക്തി മറ്റാരുമല്ല, ഗൗരി തന്നെയാ. അത് ശരിയാ. ഈ ഗൗരി എന്തിനാ ഗംഗയെ സഹായിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഒന്നുമല്ലെങ്കിലും അവളുടെ ഭർത്താവിന്റെ രണ്ടാം ഭാര്യയല്ലേ? അതൊന്നുമല്ലമ്മേ നമ്മുടെ വിഷയം. ആ ഗംഗ ഗോകുലിന്റെ വീട്ടിൽ നിന്നും ഗൗരിയുടെ ഡയറിയും ഫോണും എടുത്തോണ്ട് വന്നിട്ടുണ്ടെന്ന്. അത് നമുക്ക് കണ്ടെത്തണം. അത് ഗംഗയുടെ കയ്യിലിരിക്കുന്നത് അപകടവാ. അത് ശരിയാ. ഗോകുല് പറഞ്ഞത് ശരിയാണെങ്കിൽ ഗംഗ എടുത്തോണ്ട് വന്ന സാധനങ്ങൾ ഈ വീട്ടിൽ തന്നെ കാണും. അതെ, അത് നമുക്ക് കണ്ടെത്തണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.